നിധി മനുഷ്യ മനസ്സുകളെ എന്നും ചഞ്ചലമാക്കിയിട്ടുള്ള ഒരു വാക്കാണിത്. നിധിക്ക് വേണ്ടി സ്വന്തം ജീവൻ വരെ കളഞ്ഞ മനുഷ്യരുടെ എണ്ണം ലക്ഷങ്ങൾക്ക് മുകളിലാണ്. അപ്പോൾ ഇന്ന് നാം അറിയാൻ പോകുന്നത് ഒരു വിചിത്ര നിധിവേട്ടയുടെ കഥയിലേക്കാണ്. പക്ഷേ എന്തായിരിക്കും അവർ കണ്ടെത്തുന്ന നിധി? ഉത്തരം നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമായേക്കാം. ഡാനിയൽ മെക്കിനസ് എന്ന കൗമാരക്കാരനും അവന്റെ 3 സുഹൃത്തുക്കളും ഹുക്ക് ദ്വീപിലൂടെ നടക്കുകയായിരുന്നു. അതൊരു സാധാരണ ദ്വീപല്ലായിരുന്നു. മനുഷ്യവാസമില്ലാത്ത, മനുഷ്യരുടെ ശ്രദ്ധയില്ലാത്ത, കാട് പിടിച്ചു കിടക്കുന്ന ഒരു ദ്വീപായിരുന്നു ഹുക്ക് ദ്വീപ്. അവർ 3 പേരും ദ്വീപിന്റെ പല ഭാഗങ്ങളും പരിശോധിക്കുവാൻ ആരംഭിച്ചു. പെട്ടെന്നാണ് ഡാനിയൽ തന്റെ കാലിലേക്ക് ശ്രദ്ധിക്കുന്നത്. തന്റെ കാലിരിക്കുന്ന ഭാഗത്തിന്റെ അടുത്തായി വൃത്താകൃതിയിൽ എന്തോ മറഞ്ഞിരിക്കുന്നു. ഉടൻ തന്നെ അവർ 3 പേരും അവിടെ ഇരുന്ന് കുഴിക്കുവാൻ ആരംഭിച്ചു. അവർക്കത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കൃത്യമായ വൃത്താകൃതിയിൽ ഒരു കുഴി ആഴത്തിൽ അവിടെ മറഞ്ഞിരിക്കുന്നു. ഉടൻ തന്നെ ആ സംഭവം ആ കൗമാരക്കാരിൽ നിന്നും മുതിർന്നവരിലേക്ക് ചേക്കേറി. ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഖനനം അവിടെ ആരംഭിച്ചു. 100 അടി താഴ്ചയിൽ കുഴിച്ചിട്ട തടികൾ കൊണ്ടുണ്ടാക്കിയ ഒരു പാറയായിരുന്നു അത്. ഒരു നിധി സൂക്ഷിച്ചു വെക്കാൻ ഉപയോഗിച്ച അറ എന്ന രീതിയിലായിരുന്നു അത് നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെ അവർ നിധി കണ്ടെത്താനുള്ള തിരച്ചിൽ ആരംഭിച്ചു. കുഴിയുടെ ആദ്യ ഭാഗങ്ങളിൽ നിന്നും പ്രാചീന കാലത്തെ ചില നാണയങ്ങളും മനുഷ്യരുടെ എല്ലുകളും ലഭിച്ചു. എന്നാൽ ആഴത്തിലേക്ക് പോകുന്തോറുമാണ് അവർക്കത് മനസ്സിലായത്. അതൊരു സാധാരണ കുഴിയായിരുന്നില്ല. കുഴിയുടെ ആഴങ്ങളിലേക്ക് കുഴിക്കുവാൻ കഴിയില്ല. ഒരു നിശ്ചിത ആഴത്തിലെത്തുമ്പോൾ ചില വാൽവുകൾ തുറക്കപ്പെടുകയും സമുദ്രജലം കുഴിയിലേക്ക് കുതിച്ചു കയറുകയും ചെയ്യുന്നു. ഇത് കുഴിക്കുന്നവരുടെ ജീവൻ വരെ അപകടത്തിലാകും. അതായത് ആ ഒരു കുഴി സമുദ്രവുമായി ആരോ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഭൂമി ട്രാപ്പ് മെക്കാനിസം എന്നാണ് ഈ ഒരു സംവിധാനത്തെ വിളിക്കുന്നത്. പുരാതന കാലം മുതലേ അതിതീവ്രമായ രഹസ്യങ്ങളും നിധികളും സൂക്ഷിക്കുവാൻ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഒരു രീതിയായിരുന്നു ഭൂമി ട്രാപ്പ്. നുഴഞ്ഞു കയറുന്ന ശത്രുക്കളെ ആക്രമിക്കാനോ വധിക്കാനോ രൂപകൽപ്പന ചെയ്യുന്ന പ്രാചീന സംവിധാനമാണിത്. സംവിധാനത്തിലേക്കുള്ള പ്രവേശനം ശരിയായ രീതിയിലല്ലെങ്കിൽ മാത്രമാണ് അവ പ്രവർത്തിക്കുക. പിന്നീട് നൂറ്റാണ്ടുകളോളം മനുഷ്യർ ഹൂക്ക് ദ്വീപിലേക്ക് പോകുവാൻ ശ്രമം തുടർന്നു. നിരവധി യന്ത്രങ്ങൾ പ്രവർത്തനരഹിതമായി. നിരവധി പേർക്ക് മരണതുല്യമായ അപകടം സംഭവിച്ചു. നിരവധി പേരുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു. പിന്നീട് ആ ഒരു സ്ഥലത്തിന് മറ്റൊരു പേര് കൂടി വന്നു, ദ കൂസ് ഓഫ് ഓക്ക് ഐലൻഡ് അഥവാ ഓക്ക് ദ്വീപിന്റെ ശാപം. പിന്നീട് ഏകദേശം 20ഓളം പുസ്തകങ്ങളും 10ഓളം ഡോക്യുമെന്ററികളും ഈ ഒരു വിഷയത്തെ ആസ്പദമാക്കി വിപണിയിലിറങ്ങി. എന്തുകൊണ്ടായിരിക്കും ഓക്ക് ദ്വീപിൽ ഇത്തരമൊരു സംവിധാനം അവർ നിർമ്മിച്ചത്? എന്തായിരിക്കും അവർ യഥാർത്ഥത്തിൽ അവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്? അല്ല, ആരായിരിക്കും ഈ അവർ? ഓക്ക് ദ്വീപിന്റെ നിഗൂഢത ഇന്നും അതേ രീതിയിൽ തന്നെ നിലനിൽക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന നിധി എന്താണെന്ന് ഇന്നും നമുക്ക് അറിയില്ല. ഇനി അഥവാ നിധി തന്നെയായിരിക്കുമോ അത്?